presents 14 Rav Season 4 powered by Fatima Supermarket Hypermarket Department Stores in ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സെമി ഫൈനൽ സ്റ്റേജ് കോമ്പറ്റീഷൻ തുടരുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ 7 കണ്ടസ്റ്റൻസും കഴിഞ്ഞ എപ്പിസോഡോട് കൂടെ ഒരു റൗണ്ടിൽ ഇവിടെ പെർഫോം ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ എപ്പിസോഡിൽ അവരുടെ സെക്കൻഡ് പെർഫോമൻസ് ആണ്. ഇന്നത്തെ എപ്പിസോഡിലെ കോമ്പറ്റീഷൻ നമുക്ക് ആരംഭിക്കാം. ആദ്യമായി ഈ വേദിയിൽ കോമ്പറ്റ് ചെയ്യാൻ ലെറ്റ്സ് വെൽക്കം ഫാത്തിമ ഹെന്ന. ഈ ഒരു കോമ്പറ്റീഷനിൽ സെമി ഫൈനൽ സ്റ്റേജിലെ രണ്ടാമത്തെ പെർഫോമൻസ്, ഇതും കൂടെ കഴിഞ്ഞാൽ ഫൈനൽസിലേക്ക് പോവുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അല്ലേ. ഫാത്തിമയ്ക്ക് ഇന്ന് ന്യൂ സോങ് റിലീസ് റൗണ്ടിലാണ് പെർഫോമൻസ്. അപ്പം പാട്ടിനെ കുറിച്ച് പറയും. മുബാറക് മങ്കട സാറ് മ്യൂസിക് ചെയ്ത്, റഹ്മാൻ മുന്നൂർ സാറ് ലിറിക്സ് എഴുതിയ മർഹബ പറഞ്ഞൊരു സോങ്. ഓക്കെ, അപ്പം നന്നായിട്ട് പഠിച്ചോ? പഠിച്ചിട്ടുണ്ട്. ഫാത്തിമയുടെ പല ന്യൂ സോങ് റിലീസ് റൗണ്ടിൽ പാടിയ പല പാട്ടുകളും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇതും ആവട്ടെ. പാടുന്നതിന് മുന്നേ സർ ഫാത്തിമ, ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് വരട്ടെ, നന്നായിട്ട് പാടാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സർ. ഷാൻ സർ. ഫാത്തിമ. ഹലോ സർ. ഹലോ. ഇത് അറിയാലോ, നമ്മുടെ കവ്വാലി റൗണ്ടിൽ അത്ര അങ്ങോട്ടേക്ക് ശോഭിക്കാൻ നമുക്ക് സാധിച്ചില്ല അല്ലേ. അപ്പം ഇത് എന്തായാലും ഫാത്തിമ അടിച്ചു പൊളിക്കുന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും നല്ല ഉറപ്പുണ്ട്. അപ്പം എന്തായാലും എന്താണ് പാട്ടിൻ്റെ തീമൊക്കെ എന്താണ്? പാട്ട് ഹിജറാണ് തീം. ഫാസ്റ്റ് ആണോ സ്ലോ ആണോ? ഫാസ്റ്റ് സോങ് ആണ്. ഫാസ്റ്റ് സോങ് ആണ്. നബീനെ വരവേൽക്കുന്ന ഒരു സന്തോഷ പാട്ടാണ്. ശരി, അപ്പം നന്നായിട്ട് പാടാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻ സർ. രണത്ത. ഫാത്തിമ, ടെൻഷൻ വിട്ടോളൂ കേട്ടോ. മുബാറക്ക് അല്ലേ, മുബാറക്കും പിന്നെ റഹ്മാൻ മുന്നൂരും. മുബാറക്ക് എനിക്ക് തോന്നുന്നു നല്ലൊരു റിജിഷ പാടിയൊരു പാട്ടുണ്ടായിരുന്നു. പിന്നെ റഹ്മാൻ മുന്നൂർ, അവരും നല്ല വരികൾ അല്ലേ, നമുക്ക് നല്ല പാട്ടുകൾ തന്നിട്ടുണ്ട് ന്യൂ സോങ്ങിൽ. അപ്പം എന്തായാലും നമ്മൾ ഈ ഒരു മുബാറക്കിൻ്റെയും റഹ്മാൻ അവരുടെയും കൂടി ആ ഒരു കൂട്ടുകെട്ടിൽ നല്ലൊരു പാട്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കണം കേട്ടോ. അപ്പം നന്നായിട്ട് തന്നെ മനസ്സിരുത്തി അങ്ങോട്ട് പാടിക്കോളൂ കേട്ടോ. താങ്ക് യു രണത്ത. ഫൈസൽ മാഷേ. ഈ ടീമിൻ്റെ നല്ലൊരു പാട്ട് ദൂരെ ദൂരെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് മുബാറക്കിൻ്റെയും റഹ്മാൻ മുന്നൂറിൻ്റെയും പാട്ടാണ്. ന്യൂ സോങ് റിലീസിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടൊരു പാട്ടാണ്. അപ്പോൾ അവരുടെ ഒരു ടീം വർക്ക് തന്നെയാണ് ഇപ്പോൾ മോള് പാടാൻ പോകുന്നത്. ഏതായാലും ഫാത്തിമക്ക് ആ കാര്യത്തിലൊരു ഭാഗ്യമാണ്. കാരണം അവർ മുബാറക്ക് നന്നായിട്ട് ട്യൂൺ ചെയ്യുന്ന ആളാണ്, റഹ്മാൻ സാർ നന്നായിട്ട് എഴുതുന്ന ആളാണ്. അവിടെ ഒരു പാട്ട് പാടുക, അതിന് പിന്നെ ഫാത്തിമയുടെ പേരിൽ അറിയപ്പെടുന്നൊരു പാട്ട്. വെറുതെ ടെൻഷനൊന്നും വേണ്ട, നന്നായിട്ടങ്ങ് പാടിയാൽ മതി. മുഖത്ത് വെറുതെ ഇങ്ങനെ ടെൻഷനൊക്കെ ഉണ്ട്, അതിനൊരു കാര്യമില്ല. അപ്പോൾ നന്നായിട്ടങ്ങ് പാടിയാൽ മതി. അവർ പ്രാക്ടീസ് ചെയ്തില്ലേ? ഓക്കെ മോളെ, ഗംഭീരമായി പാടും. താങ്ക് യു സർ. താങ്ക് യു ഫൈസൽ മാഷേ. ഫാത്തിമ, അപ്പം പാട്ട് എങ്ങനെയുണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം അല്ലേ. പ്രവാചകൻ്റെ ഹിജ്റയാണ് ഈ പാട്ടിലെ വിഷയം. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പ്രവാചകൻ്റെ പലായനം. മദീനയിൽ എത്തിച്ചേരുന്ന പ്രവാചകനെ മദീന വാസികൾ സ്വീകരിക്കുമ്പോൾ അവരുടെ സന്തോഷവും പ്രതീക്ഷകളുമാണ് ഇതിലെ വരികളിലൂടെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം പ്രവാചകൻ്റെ ദൗത്യം എന്തായിരുന്നു എന്നുകൂടി ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട്. നബിയെ മദീനത്തുള്ള ആളുകൾ വരവേൽക്കുന്ന ഒരു സീനാണ് ഈ ഒരു പാട്ടിൻ്റെ ഒരു ഉള്ളടക്കം. അപ്പോൾ അതിന് കുറച്ചൊരു ഫാസ്റ്റ് മോഡിലേക്ക് ആക്കിയിട്ട് നമുക്കൊരു സന്തോഷം തുളുമ്പുന്ന രൂപത്തിൽ നമുക്കിതിന് ട്യൂൺ ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു ഹമ്മിങ് കൊടുക്കാം. ഒരു മർഹബൻ യാ റസൂൽ അല്ലാ, മർഹബൻ യാ ഹബീബ് അല്ലാ, അങ്ങനെയാണ് മാഷത്തിൻ്റെ ലൈൻസ് തന്നിരിക്കുന്നത്. ഹമ്മിങ് ഒന്ന് പാടും. يا رسول
മാനത്തെ ചന്ദ്രനൊത്ത മാണിക്യക്കല്ലിൻ സത്ത് മക്കത്തെ മുന്തിരി പൂത്ത മാലോകറഹ്മത്ത്. മാനത്തെ ചന്ദ്രനൊത്ത മാണിക്യക്കല്ലിൻ സത്ത് മക്കത്തെ മുന്തിരി പൂത്ത മാലോകറഹ്മത്ത്. മഹമൂദർ നബിയുള്ള മഹമൂബർ സിദ്ദീഖുത്ത് പിറന്നൊരാ ദേശം വിട്ട് വന്നല്ലോ മദീനത്ത്. മർഹബ 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 സല്ലി അലാ റസൂൽ. മർഹബ 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 സല്ലി അലാ ഹബീബ്. മാനത്തെ ചന്ദ്രനൊത്ത മാണിക്യക്കല്ലിൻ സത്ത് മക്കത്തെ മുന്തിരി പൂത്ത മാലോകറഹ്മത്ത്. ഫാത്തിമ, നല്ലൊരു ഓളമുള്ള പാട്ട്. അപ്പം നന്നായിട്ട് സന്തോഷിച്ച് തന്നെ പാടിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
നല്ലൊരു ഹാപ്പി സോങ്, നല്ലൊരു ഹാപ്പി മൂഡ്, നല്ല ചിരിയോടെ ഇങ്ങനെ പാടുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഫാത്തിമ. എന്തായാലും നമുക്ക് സെമി ഫൈനൽ സ്റ്റേജിലെ ഈ ലാസ്റ്റ് പെർഫോമൻസിൻ്റെ കമൻസ് അറിയാം. സോ നന്നായിരുന്നു, വളരെ നല്ല എനർജറ്റിക് ആയിട്ട് പാടി, നല്ല മൂഡ് നന്നായിട്ട് കീപ്പ് ചെയ്തു. ആ തുടക്കം മുതൽ അവസാനം വരെയുള്ള നല്ലൊരു എനർജി ഉണ്ടായിരുന്നു. അതായത് ആ ലിറിക്ക് നമ്മൾ കണ്ടല്ലോ, ആ ലിറിക്ക് ട്രീറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് അതുണ്ടായിരുന്നു. ഒരു ഒറ്റ പ്രശ്നം തോന്നിയിട്ടുള്ളത് പല പിച്ചിങ്ങിൻ്റെ പ്രശ്നം പല സ്ഥലങ്ങളുമായിട്ടുള്ള കുറച്ച് മോളൊന്ന് ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. അത് ശ്രദ്ധിച്ചെങ്കിൽ അത് നമ്പർ 1 ആയി വന്നേനെ. അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളാണ് ഉള്ളത്. ബാക്കിയെല്ലാം നന്നായിട്ടുണ്ട്, ഫീലുണ്ട് പാടുന്നതിൽ. പിച്ചിങ് പെർഫെക്റ്റ് ആവണം, അതിൻ്റെ ചെറിയൊരു പ്രശ്നം അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാൻ സർ. ഫാത്തിമ, പിച്ച് വേണ്ട, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒന്നുമില്ല പിച്ച് ഒരു 3-4 സ്ഥലത്ത് ഒന്ന് വഴുതിയ പോലെ എനിക്കൊന്ന് തോന്നി. പക്ഷെ അതർവൈസ് നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. നല്ല മേഘന ഫസ്റ്റ് പറഞ്ഞതാ കറക്റ്റ്, നല്ല ഹാപ്പി. അതായത് മോൾ അവിടെ നിന്ന് പാടുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം ഇങ്ങനെ തോന്നും. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു ത്രൂ ഔട്ട് കീപ്പ് ചെയ്തത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻ സർ. ഫൈസൽ മാഷ്. ഫാത്തിമ ഹെന്നയിലൂടെ ഒരു നല്ല പാട്ട്, മാപ്പിളപ്പാട് ലോകത്തിന് കിട്ടുകയാണ്. ഈ നബി തിരുമേനി ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ട് അനിവാര്യമായ ഒരു യാത്രയാണ് ഹിജ്റ അങ്ങനെ പോകുന്നത്. അവിടെ അൻസാരികളായ പെൺകുട്ടികളും അവിടെയുള്ള ജനങ്ങളും അദ്ദേഹത്തെ ആരവങ്ങളോടെ ദഫ് കൊട്ടി സ്വീകരിച്ചു എന്നൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന നബി വചനങ്ങൾ തന്നെ ഉണ്ട്. ഒരു സംഭവമാണ്. താല എൽ ബദ്രു അലൈന എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസിദ്ധമായ ഒരുപാട് കവിതകളൊക്കെ അവരൊക്കെ അത് ചൊല്ലിക്കൊണ്ടാണ് സ്വീകരിച്ചത് എന്നൊക്കെ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരാളെ വരവേൽക്കുന്ന അത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഫീലാണ് മോൾ ഈ പാട്ട് പാടി. ഇത് കമ്പോസിങ് അങ്ങനെ തന്നെയാണ്. നമ്മളേറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളെ വരവേൽക്കുക എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പാട്ട്. താങ്ക് യു ഫൈസൽ മാഷ്. രണത്ത. ഫാത്തിമ കുട്ടി നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പാട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അതിൻ്റെ ആ ലിറിക്കും ശരിക്കും പറയുന്നല്ലേ, ആ ചരിത്രം പറയുന്ന അതിനനുസരിച്ച് തന്നെ മുബാറക്ക് അത് ശരിക്കും മ്യൂസിക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ കോറസായിട്ട് കറക്റ്റായിട്ട് അവരും നന്നായിട്ട് തന്നെ മോൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു രണത്ത. അപ്പം ഫാത്തിമ, നമുക്കിനി മാർക്സ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഷാൻ സർ. 27.5. 27.5 on 30. Thank you, Shan sir. Faisal Mashe? 28. 28 on 30. Thank you, Faisal Mashe. Ranata? 27.5. 27.5. Thank you, Ranata. Any out of 10, sir? 9 marks. 9 on 10. Thank you, sir. Fatima, congratulations. 92 out of 100. നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് തന്നെ ഉണ്ട് അല്ലേ? കഴിഞ്ഞ പെർഫോമൻസിനെ കമ്പയർ ചെയ്യുമ്പം നല്ലൊരു തിരിച്ചുവരവ് തന്നെ നടത്തി. എന്തായാലും ഇനി നമുക്ക് കാത്തിരിക്കേണ്ടത് ഫൈനലിലേക്ക് പോവോ ഇല്ലയോ, റിസൾട്ടിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.